ഓടിക്കൊണ്ടിരുന്ന ഡൊമിനാർ 400ന്റെ ചെയിൻ പൊട്ടിപ്പോയതാണ് ഈ കാണുന്നത്. ഭാഗ്യത്തിന് സ്ലോ സ്പീഡിലായതുകൊണ്ട് ക്രാഷ് ആയില്ല. ഇങ്ങനെ ചെയിൻ പൊട്ടുന്ന സിറ്റുവേഷൻസ് നമുക്ക് വരാതിരിക്കാൻ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ചെയിൻ മെയിൻ്റനൻസ്. ആവശ്യമുള്ള സമയത്തൊക്കെ ചെയിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ക്ലീൻ ആൻഡ് ലൂബ് ചെയ്ത് വെക്കുക. ഇതിനിപ്പോൾ ഒരുപാട് പേര് അനാവശ്യ ഹൈപ്പ് കൊടുത്ത് ചെയ്യുന്ന കാണാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ചെയിൻ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരുപാട് മണ്ണും പൊടിക്ക് കാണുന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുക. ഇനി അതല്ല ചെയിൻ ഡ്രൈ ആയിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ലൂബ് ചെയ്യുക. സാധാരണഗതിയിൽ ഒരു 3 തവണ ലൂബ് ചെയ്യുമ്പോൾ ഒരു തവണ ക്ലീൻ ചെയ്താൽ മതിയാവും. 2, ചെയിൻ സ്ലാക്ക്. കമ്പനി പറയുന്ന ലെവലിലുള്ള പ്രോപ്പർ ചെയിൻ സ്ലാക്ക് എപ്പോഴും കീപ്പ് ചെയ്യുക. കൂടുതൽ ടൈറ്റ് ആവാനോ കൂടുതൽ ലൂസ് ആവാനോ പാടില്ല. ചെയിൻ ഓവർ ടൈറ്റ് ആക്കി തന്നിട്ട് അത് ഓടുമ്പോൾ റെഡി ആയിക്കുള്ളൂ എന്ന് പറയുന്ന മെക്കാനിക്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ചെയിൻ പെട്ടെന്ന് വീർ ഔട്ട് ആവേ ഉള്ളൂ. 3, അൺഈവൻ സ്ലാക്ക്. ഇവിടെ ചില പോയിന്റിൽ ടൈറ്റും ചില പോയിന്റിൽ ലൂസായിട്ടായിരിക്കും ചെയിൻ സ്ലാക്ക് കാണിക്കുന്നത്. ഇതിന്റെ റീസൺ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റോ ചെയിൻ വീർ ഔട്ട് ആയതോ അല്ലെങ്കിൽ റിയർ വീൽ അലൈൻമെന്റ് പ്രോപ്പർ അല്ലാത്തതോ ആയിരിക്കാം. ഇതിൽ ഏതാണ് ഇഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുക. 4, വീർ ആൻഡ് ടിയർ. സ്പ്രോക്കറ്റ് അല്ലെങ്കിൽ ചെയിൻ, ഇതിൽ ഏത് വീർ ഔട്ട് ആയാലും രണ്ടും സെറ്റായിട്ട് തന്നെ അങ്ങ് മാറുക. ചെയിൻ ഇനി ടൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വലിഞ്ഞു കഴിയുമ്പോൾ ഒരു ലിങ്ക് കട്ട് ചെയ്ത് വീണ്ടും ഓടുന്നവരെ കണ്ടിട്ടുണ്ട്. നോട്ട് റെക്കമെൻഡഡ്. എഞ്ചിൻ ഉണ്ടാക്കുന്ന പവർ നമുക്ക് വീലിലേക്ക് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് നല്ല കണ്ടീഷനിൽ തന്നെ ആയിരിക്കണം. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വയ്ക്കുക.